ഹലോ മൈ ഡിയർ വണ്ടർഫുൾ ലേഡീസ്, എല്ലാവർക്കും ടീച്ചേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് സ്ത്രീകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പുമായിട്ടാണ്. നമ്മൾ പീരിയഡ്സിൻ്റെ ഫസ്റ്റ് ഡേ മുതൽ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആവാൻ ഈസി ആയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു മാസം പ്രഗ്നൻസി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആ ടിപ്പ് എന്താണെന്ന് നോക്കാം. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സാധാരണയായിട്ട് ഒരു നോർമലായിട്ടുള്ളൊരു സ്ത്രീ അവൾ പീരിയഡ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അവൾ പ്രഗ്നൻസി നോക്കുന്നുണ്ട്. പ്രഗ്നൻസി നോക്കിയതിന് ശേഷം റിസൾട്ടൊന്നും ഉണ്ടായിരുന്നില്ല, നെഗറ്റീവായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ നെഗറ്റീവ് നമുക്ക് കിട്ടുന്ന ആ ഒരു സമയത്ത്, നമുക്ക് ബ്ലീഡിങ് ഉണ്ടാകുന്ന ആ ഒരു സമയം, നമ്മുടെ ഡേ 1 നമുക്കുണ്ടാകുന്നൊരു സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളിപ്പോൾ ആ ഒരു സ്ഥാനത്താണെങ്കിൽ നിങ്ങൾക്ക് പീരിയഡ്സ് വന്നു, നിങ്ങൾക്ക് ബ്ലീഡിങ് വന്നു, ആ ഒരു സമയം നിങ്ങൾ എങ്ങനെയായിരിക്കും ഓവർകം ചെയ്ത് പോകുന്നത്? ഉറപ്പായിട്ട് നിങ്ങൾ ടെൻഷനിലായിരിക്കും, ഉറപ്പായിട്ട് നിങ്ങൾ സ്ട്രെസ്ഡ് ആയിരിക്കും. നിങ്ങൾ വീട്ടിലുള്ളവരോട് പറയുമ്പോൾ എനിക്ക് പീരിയഡ്സ് ആയമ്മ എന്ന് പറയുമ്പോഴേക്കും അവരുടെ പ്രതികരണം എന്തായിരിക്കും? ഇത്തവണയും പോയല്ലോ. അത് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ അവരോട് പറയുമ്പോൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. കാരണം ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അമ്മയോടോ അല്ലെങ്കിൽ നിങ്ങളുടെ മദറിൻലോയോടോ നിങ്ങൾ പറയുകയാണ് നിങ്ങൾ പീരിയഡ്സ് ആയി എന്ന് പറയുന്നത്. ആ അമ്മ അതെങ്ങനെ എടുക്കും എന്നുള്ളൊരു കാര്യം ആലോചിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കും അല്ലേ? ഹസ്ബൻഡിനോട് പറയുന്നു. ഹസ്ബൻഡ് ചിലപ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി നിങ്ങൾ ആശ്വസിപ്പിക്കും. പക്ഷേ ആ ഒരു സമയം ഹസ്ബൻഡ് അതെങ്ങനെ എടുക്കും എന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കും. നിങ്ങൾ സ്വയം ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കും. ദൈവം എൻ്റെ ഇത്തവണത്തെ പ്രതീക്ഷയും വേസ്റ്റായി പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കും ഇല്ലേ? ഞാൻ ഈ പറയുന്ന സിറ്റുവേഷനിലൂടെ നിങ്ങൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കടന്നു പോകുന്നില്ലേ? എന്നാൽ നിങ്ങളൊരു കാര്യം മസ്റ്റായിട്ട് ചിന്തിക്കണം. പീരിയഡ്സിൻ്റെ ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ ഈ ഒരു സമയം മുതലാണ് നമ്മുടെ ഫോളിക്കിൾസ് വളർന്നു തുടങ്ങുന്നത്. ഫോളിക്കിൾസ് വളരുക എന്ന് പറയുന്നത് ആ ഒരു സമയത്തെ ഓവുലേഷന് വേണ്ടിയിട്ട് ഒരു 90 ദിവസം മുൻപ് മുതൽ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ഫോളിക്കിൾസ് ആ ഒരു സമയത്താണ് മൂപ്പത്തി വളർന്നു തുടങ്ങുന്നത്, മൂപ്പത്താനായിട്ട് ഇവർ തുടങ്ങുന്നത്. നമ്മളിപ്പോൾ ഫോളിക്കുലർ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഫോളിക്കുലർ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് അറിയാലോ, ഓരോ തവണയും എഗ്ഗിൻ്റെ ഗ്രോത്ത് ഇത്ര എത്തിയിട്ടുണ്ട്. 8 mm എത്തിയിട്ടുണ്ട്, 11 mm എത്തിയിട്ടുണ്ട്, 19 എത്തിയിട്ടുണ്ട്, 20 എത്തിയിട്ടുണ്ട്, റപ്ചർ ആവാറായി. ഈ ഒരു സിറ്റുവേഷനിലോട് നമ്മൾ എത്തുമ്പോഴേക്കും ഈ ഒരു സിറ്റുവേഷൻ, ആ ഒരു പ്രോസസ്സ് അവിടെ സ്റ്റാർട്ട് ആകുന്നത് നമ്മുടെ പീരിയഡ്സിൻ്റെ സെക്കൻഡ് ഡേ മുതലാണ്. അതുകൊണ്ടാണ് ഫോളിക്കുലർ സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് പീരിയഡ്സിൻ്റെ സെക്കൻഡ് ഡേ വരാനായിട്ട് പറയുന്നതും. ലെട്രസോളിൻ്റെ മെഡിസിൻ നിങ്ങൾക്ക് 5 ദിവസത്തേക്ക്, നിങ്ങളുടെ പീരിയഡ്സിൻ്റെ സെക്കൻഡ് ഡേ മുതൽ 5 ഡേയ്സിലോട്ട് നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കാനായിട്ടുള്ള മെഡിസിൻസും അതുപോലെ ഇഞ്ചക്ഷനും ഒക്കെ തരുന്നത്. ഈ ഒരു സമയം ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയമാണ് പീരിയഡ്സിൻ്റെ സെക്കൻഡ് ഡേ എന്ന് പറയുന്നത്. എന്നാൽ ഈ പീരിയഡ്സിൻ്റെ സെക്കൻഡ് ഡേ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾക്ക് ബ്ലീഡിങ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സമയം മുതൽ നിങ്ങളൊന്ന് ടെൻഷനിലായിരിക്കും ഇല്ലേ? ഒരു 1, 2, 3, 4 ഡേയ്സ് എങ്കിലും നിങ്ങൾ ആ ഒരു ഹാങ് ഓവർ ഉണ്ടാകും. ആ ഒരു ബ്ലീഡിങ് പോയി തീരുന്നത് വരെ. ആ ഒരു ബ്ലീഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു ശുഭപ്രതീക്ഷയാണ്, ഓവുലേഷൻ ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു സമയത്ത് ട്രൈ ചെയ്യാലോ എന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങളിലോട്ട് വരും ഇല്ലേ? പക്ഷേ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, നിങ്ങളുടെ ഫോളിക്കിൾസ് വളർന്നു തുടങ്ങുന്നത് പീരിയഡ്സിൻ്റെ സെക്കൻഡ് ഡേ മുതലാണ്. ഈ ഒരു സെക്കൻഡ് ഡേ മുതൽ നിങ്ങൾ സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇത് നിങ്ങളുടെ എഗ്ഗിൻ്റെ ഗ്രോത്തിനെ സാരമായിട്ട് തന്നെ ബാധിക്കും. നമ്മുടെ എഗ്ഗ് ഗ്രോ ആകുന്ന സമയത്ത്, ഫോളിക്കിൾസ് വളരുന്ന സമയത്ത് നിങ്ങൾ ടെൻഷനിലായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ അനുഭവപ്പെടുന്ന ടെൻഷനും അതുപോലെ തന്നെ സ്ട്രെസ്സും നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തും അത് റിഫ്ലക്റ്റ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരം ആ ഒരു പ്രവർത്തനത്തെ ഒന്ന് മാറ്റി, നമ്മളെ സ്ട്രെസ്സിൽ നിന്ന് മാറ്റി ഒന്ന് നോർമലൈസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ എഗ്ഗ് ഗ്രോ ആകുന്നൊരു പ്രക്രിയ ഒന്ന് മന്ദഗതിയിലായി പോകും. എഗ്ഗിന് ശരീരത്തിലെ ആ ഡൈജസ്റ്റീവ് സിസ്റ്റം വരെ നമുക്ക് ആ ഒരു ഡൈജഷൻ, നമ്മുടെ ദഹന പ്രക്രിയയൊക്കെ കൃത്യമായിട്ട് നടക്കണം. ശരീരത്തിൽ നിന്ന് വിറ്റമിൻസ് അബ്സോർബ് ചെയ്യണം. ആ വിറ്റമിൻസ് ആ ബ്ലഡ് സർക്കുലേഷനിലൂടെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ട് എത്തണം, നമ്മുടെ ഓവറീസിലോട്ട് എത്തണം, അണ്ടങ്ങൾ ഗ്രോ ആകണം. എന്നാൽ നേരെ മറിച്ച് നമ്മുടെ ഹൃദയം നല്ലതുപോലെ ഇരിക്കുന്നൊരു സമയത്ത്, നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത്, നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരം ആദ്യം തന്നെ ശ്രദ്ധിക്കുന്നത് ഇവയെ എല്ലാത്തിനെയും ഒന്ന് നോർമലാക്കി വെക്കാനായിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങളുടെ അണ്ടം ഗ്രോ ആകുന്നതിന് ആരും ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അങ്ങനെ വരുമ്പോഴേക്കും അണ്ടം ഗ്രോ ആകാനായിട്ട് കാലതാമസം ഉണ്ടാകുന്നു. ഗ്രോ ആകുന്ന എഗ്ഗിന് ക്വാളിറ്റി ഇല്ലാതായി പോകുന്നു. നിങ്ങൾ ആ ഒരു സമയത്തും ഓവുലേഷൻ ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് റിസൾട്ടും നെഗറ്റീവ് കിട്ടും. പിന്നെയും ഈ ഒരു പ്രോസസ്സ് തന്നെ
സ്റ്റാർട്ടായിക്കൊണ്ടിരിക്കും. നിങ്ങൾ ടെൻഷൻ അടിക്കുന്നു, നെഗറ്റീവ് റിസൾട്ട് കിട്ടുന്നു, പീരിയഡ്സ് വരുന്നു, നിങ്ങൾ പിന്നെയും ടെൻഷൻ അടിച്ച് തുടങ്ങുന്നു. ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും എന്നാൽ അതിന് ഓവുലേഷൻ നോക്കാം എന്നുള്ള ചിന്ത നിങ്ങളിലോട്ട് വരുന്നു. പിന്നെയും ഈ സൈക്കിൾ തന്നെ ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നോർമലി എൻ്റെ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഫേസ് ചെയ്യുന്ന കാര്യം ഇതല്ലേ? എന്നാൽ ഈ ഒരു പ്രവണത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറ്റിക്കളയുക, ഫുള്ളായിട്ട് അങ്ങോട്ട് മാറ്റുക. ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു എയിം എന്ന് നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ച് വെക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആ ഒരു ഫാക്ടറിലോട്ട് മാത്രം കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ലോകം അതിൽ ചെറുതായിപ്പോവും. അത് മാത്രം എനിക്ക് മതി എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ച് നമ്മൾ ഭയങ്കര ടെൻഷനിലായിപ്പോവും. ഇങ്ങനെ നിങ്ങൾ ടെൻഷനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവിടെ പ്രഗ്നൻസി സക്സസ്ഫുൾ ആവില്ല. കുഞ്ഞുണ്ടാകാതെ സക്സസ്ഫുള്ളായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന എത്ര സ്ത്രീകളുണ്ട്, എത്ര ദമ്പതിമാരുണ്ട്. നിങ്ങൾ കുഞ്ഞ് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. എല്ലാ ശ്രദ്ധയും നിങ്ങൾ അതിലേക്ക് മാത്രം കൊടുക്കരുത്. നിങ്ങളെ കൂടുതലായിട്ടും ടെൻഷനാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ചുറ്റും നിന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ പോലും ഉണ്ടാവില്ല നിങ്ങൾ ഈ ടെൻഷനിൽ നിന്ന് കൈക്ക് പിടിച്ചങ്ങോട്ട് ഉയർത്തിക്കൊണ്ട് വരാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം നമ്മൾ തന്നെ ഓവർകം ചെയ്യണം. അപ്പോൾ എനിക്ക് പീരിയഡ്സ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കേൾക്കുന്ന മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കേണ്ട. നിങ്ങൾക്ക് പീരിയഡ്സ് ആയത് നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ്. ആ ഒരു പ്രോസസ്സിനെ ഓവർകം ചെയ്യാനായിട്ട് മാത്രം വേണം നിങ്ങളൊന്ന് ചിന്തിക്കാൻ. നിങ്ങൾ പീരിയഡ്സ് ആയി, ഓക്കെ, എനിക്ക് പീരിയഡ്സ് ആയി, എനിക്ക് ബ്ലീഡിങ് വന്നു, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ആ ദിവസം തന്നെ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക. എനിക്കിനിയും എൻ്റെ മുൻപോട്ട് ഒരുപാട് മാസങ്ങളുണ്ട്, ഒരുപാട് വർഷങ്ങളുണ്ട്. അങ്ങനെ തന്നെ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതം ഒരു 24-ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ ഒരു 25-ാമത്തെ വയസ്സിലോ 28-ാമത്തെ വയസ്സിലോ 30-ാമത്തെ വയസ്സിലോ ഒന്നും തീരില്ല. നിങ്ങൾക്ക് അതിന് മുൻപോട്ട് ഇനിയും ഒരുപാട് ജീവിതമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യണം. ഒരുപാട് വർഷങ്ങളുണ്ട്. ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ വന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി കല്യാണം കഴിഞ്ഞിട്ട് 10 മാസമായി. ഈ 10 മാസമല്ല, ഇനി മുൻപോട്ട് 10-20 വർഷങ്ങൾ നിങ്ങൾക്കുണ്ട്. 20, 30, 50 വർഷങ്ങൾ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അത് ചിന്തിക്കുക. ഒരു 10 മാസമായിട്ട് ഉടനെ തന്നെ പോയി ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരുണ്ട്. അതൊന്നും നിങ്ങൾ ചെയ്യരുത്. 10 മാസം എന്ന് പറയുന്നത് നമ്മളെ ജീവിതം ഒന്ന് ആസ്വദിക്കുന്ന, ഒരു എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണ്. ആ ഒരു സമയം നിങ്ങൾ എൻജോയ് ചെയ്യുക. നിങ്ങൾ ഭാര്യയും ഭർത്താവും മാത്രമായിട്ട് നിങ്ങളൊന്ന് എൻജോയ് ചെയ്യുക. ഫുള്ളായിട്ടൊരു പ്രഷറിൽ നമ്മൾ മുൻപോട്ട് പോകാതിരിക്കുക. നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് വന്ന് പറയുന്നുണ്ട്, ചേച്ചി ഹസ്ബൻഡ് ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്, എനിക്ക് പീരിയഡ്സ് ആകുന്ന സമയത്ത് ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ, അത് വീട്ടിൽ ഞാൻ പറയുമ്പോൾ ഉള്ള ടെൻഷൻ, അവർ മറ്റുള്ളവരോട് പറയുമ്പോൾ ഉള്ള ടെൻഷൻ, ഇതൊക്കെ അവർ പറയുന്നതും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്ന് സംസാരിക്കുന്നതും ഓരോരുത്തരായിട്ട് കൂട്ടുകൂടുന്നതും ഒക്കെ അവരുടെ കുറച്ച് നേരത്തെ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരിക്കലും ആ ഒരു രീതിയിലോട്ട് പോവരുത്. ഒരുപാട് പേര് പറയുന്നുണ്ട്, ചേച്ചി ആ ഒരു വീട്ടിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നു ചേച്ചി, എനിക്ക് പീരിയഡ്സ് ആവുന്നു ചേച്ചി, എൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് മാത്രമാണോ ചേച്ചി എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനങ്ങനെ ചിന്തിക്കണം? നിങ്ങളുടെ കുഞ്ഞിനെ ഇപ്പം നിങ്ങൾ ഡെലിവറി കഴിഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ടൊന്ന് കൊഞ്ചിച്ച് നടക്കാനോ, നിങ്ങൾ ഓപ്പറേഷൻ വേദന സഹിച്ചാലോ നിങ്ങളുടെ ഒപ്പം സഹിക്കാനോ, നിങ്ങൾ ഡെലിവറി പെയിൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒപ്പം ഡെലിവറി പെയിൻ അനുഭവിക്കാനോ ഈ ചോദിക്കുന്ന ഒരാൾ പോലും ഉണ്ടാവില്ല. ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് പീരീഡ് വന്നു, ഓക്കെ, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യൂ. മറ്റുള്ളവരോട് ആരോഗ്യം, പിന്നെ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഭാഗ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ കോയിൻസിഡൻ്റ് ആയിട്ട് തന്നെ വരുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങൾ ടെൻഷൻ ഇല്ലാതെ ഹാപ്പി ആയിട്ടിരിക്കുക.